കോള് വല്ലതും കിട്ടിയോ? അതെ, പുതിയൊരു കളിക്കുള്ള വകുപ്പ് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. നാളെ നിന്റെ പള്ളിയിൽ അച്ഛനെ കാണാൻ ഒരാൾ വരും. നീ ഒന്ന് പറഞ്ഞേക്ക്. കൂടുതലൊന്നും തൊഴേണ്ട. മഴ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ട്. പെട്ടെന്ന് കരകയറാൻ നോക്ക്. ശരി, അപ്പോ നമുക്ക് പോവാം. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. മിസ്റ്റർ മേനോ, ഞാൻ ഫോണിലൂടെ പറഞ്ഞിരുന്നില്ലേ ഒരൊറ്റ ആളോടെ നമ്മുടെ കാര്യം ചോദിക്കാനുണ്ടായിരുന്നുള്ളൂ എന്ന്. നിന്റെ കാര്യം ഞാൻ പറയാൻ പോവായിരുന്നു. ഇവനാ നമ്മുടെ ടീം ക്യാപ്റ്റൻ ഇസഹാക്ക്. ഇത് മിസ്റ്റർ മേനോൻ, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറിന്റെ റീജിയണൽ മാനേജരാ. ഹലോ. ഇവരുടെ സ്ഥാപനത്തിന്റെ പ്രൊമോഷനും പരിസ്ഥിതിനും വേണ്ടി ഒരു ഫുട്ബോൾ മത്സരം നടത്താൻ ഉദ്ദേശിക്കുക. നമ്മുടെ സി അലക്സാണ്ടർ ഏർപ്പാടാ. ഒരു സൗഹൃദ മത്സരമാണ് ഉദ്ദേശം. നല്ല 2 ടീമുകളെ വെച്ച് ഒരൊറ്റ കളി. വി ആർ ഓഫറിംഗ് എ പ്രൈസ് മണി ഓഫ് ₹2 lakhs. ജയിക്കുന്നവർക്ക് 2 ലക്ഷം. പത്രത്തിൽ നല്ല പരസ്യം കൊടുക്കുന്നുണ്ട്. എന്നാ ബീച്ച് 11ന്റെ കാര്യം മിസ്റ്റർ മേനോൻ ഉറപ്പിച്ചോ? അപ്പോൾ ഞാൻ എന്റെ പ്ലാൻ ഒന്ന് പക്കയാക്കി എഗ്രിമെന്റുമായിട്ട് വരാം. ആയിക്കോട്ടെ, ഞങ്ങൾ എപ്പോ വേണോ റെഡി. നാളെ തന്നെ പ്രാക്ടീസ് തുടങ്ങാം. എന്താടോ? ഓക്കെ, ഞാൻ പോയിട്ട് 2 ദിവസം വീണ്ടും വരാം. ശരി സാർ. നീ എന്താടാ ഒന്നും മിണ്ടാതെ പോയത്? ഇതൊരു നല്ല സ്പോൺസർഷിപ്പാടാ. ഞാൻ വന്നത് എനിക്കൊന്ന് കുമ്പസരിക്കണം. മനസ്സിലായി മനസ്സിലായി. ഇന്നലെ രാത്രി ദൈവം പോലും പുറക്കാത്ത രീതിയിൽ വെള്ളമടിയായിരുന്നല്ലേ? മോന്തായത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, കൊടും പാപം ചെയ്തേച്ചാ വന്നിരിക്കുന്നതെന്ന്. എടാ മോനെ, മദ്യപിക്കുന്നവന്റെ കുമ്പസാരം കേൾക്കാൻ നിന്നാലേ ഈ ലോകത്തെ പാതിരിമാർക്ക് വേറെ ഒന്നിനും സമയം കാണുകയല്ല. ഓ, ഹലോ. ഞാനാണ് അച്ചോ, സെബാസ്റ്റ്യൻ. ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയായിരുന്നു. അല്പം മുമ്പ് നമ്മുടെ റോയിച്ചിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, താൻ റിസൈൻ ചെയ്യാൻ പോവാണെന്ന്. എന്ത് പ്രാന്ത സഭാനെ താനീ കാണിക്കുന്നത്? ഗ്രൂപ്പ് വഴക്ക് അതിന്റെ മൂർധന്യത്തില്. ഇനി ഞാൻ ഈ സ്ഥാനത്തിരിക്കുന്നത് ശരിയാവില്ലെന്ന് തോന്നിയിട്ടാ രാജിവെച്ചത്. അത് ശരി, അപ്പൊ എല്ലാം കഴിഞ്ഞു. എങ്കിൽ പിന്നെ താനതിന് അത്യാവശ്യമായിട്ട് വിളിച്ചത്? കാര്യമുണ്ട്. നമ്മുടെ ഇസഹാക്കിനും അച്ഛനും വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിട്ടാ ഞാൻ രാജിവെച്ചത്. CM-നെ കൊണ്ട് ദേവിയുടെ പരോൾ സാങ്ഷൻ ചെയ്യിച്ച് സ്പെഷ്യൽ മെസ്സഞ്ചർ വഴി അയച്ചിട്ടുണ്ട്. സത്യമാണോ സബാനെ നീ പറയുന്നത്? അതെ, 15 ദിവസത്തേക്കാ പരോള്. നാളെ രാവിലെ സെൻട്രൽ ജയിലിൽ ചെന്ന ഇസയ്ക്ക് അവളെ കൂട്ടിക്കൊണ്ട് പോകാം. കർത്താവ് നിന്നെ അനുഗ്രഹിക്കും സബാനെ. അത്രയ്ക്ക് നല്ലൊരു കാര്യമാണ് നീ ചെയ്തത്. അതെ അതെ, കർത്താവിന്റെ അനുഗ്രഹമാണ് ഇപ്പൊ എനിക്ക് വേണ്ടത്. അച്ഛൻ എനിക്ക് വേണ്ടി കൂടി ഒന്ന് പ്രാർത്ഥിക്കേ. ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ്. സെബാസ്റ്റ്യനാണ് വിളിച്ചത്. നാളെ മുതൽ ദേവിക്ക് 15 ദിവസത്തെ പരോൾ അനുവദിച്ചിരിക്കുന്നു.
നാളെ മുതൽ നോട്ടീസ് ഉൾപ്പെടെയുള്ള പബ്ലിസിറ്റി ഞങ്ങൾ തുടങ്ങും. ഉം. പിന്നെ ഫാദറിന്റെ ടീം വിജയിക്കണമെന്നാണ് എന്റെ പേഴ്സണൽ ആയിട്ടുള്ള ആഗ്രഹം. അതിനെന്താ സംശയം? ബീച്ച് 11 ബീറ്റ് ചെയ്യാൻ ഈ കരയിൽ മറ്റൊരു ടീം ഇല്ല മനോനെ. ആഹാ. നിങ്ങൾ ഇപ്പൊ തന്നെ ഞങ്ങൾക്കുള്ള പ്രൈസ് ഫണ്ട് DD ആയിട്ട് എടുത്തു വെച്ചോ.